പോളിനോമിയലിലെ സെക്ഷൻ 4 ആയിട്ട് എന്താണ് അവിടെ കൊടുത്തേക്കുന്നത്? ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ് എഴുതുക. ഫാക്ടേഴ്സ്, FACTORS, ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്, SOLUTIONS. ഹെഡിങ് എല്ലാവരും എഴുതിയല്ലോ? എഴുതിയോ? എഴുതി. ഓക്കെ. അപ്പോ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിൽ, അതായത് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പുസ്തകത്തിൽ 4ാമത്തെ പാഠമായിരുന്നു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ആ പാഠത്തിലെ അവസാനത്തെ സെക്ഷനിൽ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ടെക്സ്റ്റ് ബുക്കിൽ മാറി പുതിയ ടെക്സ്റ്റ് ബുക്ക് എത്തിയപ്പോൾ ആ പോർഷൻ അവിടെ നിന്നൊന്ന് കട്ട് ചെയ്തിട്ട് അത് കൊണ്ടുവന്നിട്ട് പോളിനോമിയലിലെ ഈ സെക്ഷനിലും ഇതിൻ്റെ അടുത്ത സെക്ഷനിലുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ വാക്ക് എന്താണ്? ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള ഈ പാഠത്തിലെ ഇതിനു മുൻപ് പഠിച്ച 2ാമത്തെയും 3ാമത്തെയും സെക്ഷനുകളിലൊക്കെ നമ്മൾ ചെയ്തത്, നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തരും. നമ്മൾ അതിനെ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള 2 ഫാക്ടറുകളായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? 2 ഫാക്ടറുകളായിട്ട് വേണമുണ്ടായിരിക്കുന്നത്. 2 ഫാക്ടറുകളായിട്ട് എഴുതും. അതല്ലെങ്കിൽ നമ്മൾ 2 ഫാക്ടറുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതും. അതല്ലേ പിള്ളേരെ കഴിഞ്ഞ എക്സസൈസിൽ വരെ ചെയ്ത് നിർത്തിയത്? ആണോ? ഓക്കെ. ഇവിടെ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് പോവുകയാണ്. ഫാക്ടേഴ്സ് ആൻഡ് എന്താണ് അടുത്ത വാക്ക്? സൊല്യൂഷൻസ്. അവിടെ 1ാമത്തെ വരി കഴിഞ്ഞിട്ട് അടുത്ത വരിയിൽ ഒരു ചോദ്യം കിടക്കുന്നുണ്ടോ? ടു ഗെറ്റ് x² മൈനസ് 4xa പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0, വാട്ട് നമ്പർ ഷുഡ് വി ടേക്ക് ആസ് എക്സ്? കണ്ടോ എല്ലാവരും? കണ്ടു സാർ. എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. എല്ലാവരും അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിലോട്ടൊന്ന് എഴുതിക്കുകയും ചോദ്യം എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം കേട്ടോ. എഴുതി സാർ. എഴുതി സാർ. എഴുതി സാർ. എഴുതി സാർ. എഴുതി സാർ. അപ്പോ എന്താണ് ആദ്യനാഥേ നമ്മുടെ ചോദ്യം? To get x² minus 4x plus 3 equals 0, what number should we take as x? എന്താണ് ആദ്യനാഥേ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം? x² minus 4x plus 3 എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടാൻ ഏത് നമ്പർ ആയിരിക്കും എക്സ് ആയിട്ട് എടുക്കേണ്ടത്? x² മൈനസ് 4x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടാൻ നമ്മൾ ആ വേരിയബിളായ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് നമ്പർ എടുക്കണം? ചോദ്യം ക്ലിയർ ആയോ എല്ലാവർക്കും? ചോദ്യം ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി സാർ. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഈസ് ഈക്വൽ ടു 0 എവിടെ നിൽക്കട്ടെ, എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കിക്കോ. നമ്മൾ ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ മാത്രം എടുക്കുന്നു. x² മൈനസ് 4x പ്ലസ് 3. നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലങ്ങൾ ചെയ്തപ്പോൾ ഇതെങ്ങനെയായിരുന്നു ഫാക്ടറൈസേഷന് വേണ്ടി ചെയ്തത് ആദിനാഥേ? സെക്കൻഡ് ഡിഗ്രിയുടെ ഫാക്ടറൈസേഷന് വേണ്ടി നമ്മൾ ചെയ്തത് എന്തുമായിരുന്നു?
അതിനെ A+B AB ആയിട്ട് തിരിച്ചിട്ട് ചെയ്യും. എന്തായിരുന്നു ഒരു സെക്കൻഡ്. ആ A+B AB കണ്ടുപിടിച്ച് ചെയ്യും. ഒരു രണ്ടുപേര് ജോയിൻ ചെയ്യാൻ വന്നു, അതാണ് കാര്യം. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്തോ എഴുതുമായിരുന്നു? ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ plus A+B x plus AB. A+B ഇൻറ്റു എക്സ് എ പ്ലസ് എ ബി. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് A+B equal AB equal A+B ഈക്വൽ എത്ര? A+B equal -4. അടുത്തേ AB equal 3. ഇതിൻ്റെ അർത്ഥം ഒരു സാധാരണക്കാരൻ്റെ ഭാഷയെ നമ്മൾ എങ്ങനെയായിരുന്നു പറയുന്നത്? രണ്ട് നമ്പർ കൂട്ടുമ്പോൾ -4 കിട്ടും. അതേ രണ്ട് നമ്പർ ഗുണിക്കുമ്പോൾ 3 കിട്ടും. രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ -4 കിട്ടണം, അതേ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടണം. ആയിരുന്നു അതിൻ്റെ അഭിപ്രായത്തിൽ ഏതൊക്കെയുണ്ട് അങ്ങനെയുള്ള നമ്പറുകൾ? മരുന്നാതെ ഗുണിക്കുമ്പോൾ 3, കൂട്ടുമ്പോൾ -4, അങ്ങനെ കിട്ടുന്ന രണ്ട് നമ്പറുകൾ ഏതൊക്കെയുണ്ട്? -1 ഉം -3. അത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ -3 എന്നല്ലേ ഉത്തരം വരേണ്ടത്? പക്ഷെ നമുക്ക് ഉത്തരം +3 എന്നല്ലേ കിട്ടേണ്ടേ? ഗുണിക്കുമ്പോൾ 3 എന്നും കൂട്ടുമ്പോൾ -4 എന്നും ഉത്തരം വരണം. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്പർ എന്നാണ് ചോദ്യം. സാർ ഒരു മിനിറ്റ്. -3 ഉം -1 ഉം. -3 ഉം -1 ശരിയാണോ? -1 ഉം -3 ഉം കൂടെ ആഡ് ചെയ്താൽ -4 കിട്ടും. -1 ഉം -3 ഉം കൂടി ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? മിണ്ടുന്നില്ല. എന്തോ കിട്ടും? +3 കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്തോരം ചെയ്യുന്നത്? നമ്മുടെ പോളിനോമിയൽ അങ്ങോട്ട് എടുത്തെഴുതുന്നു അല്ലേ? അപ്പോൾ x² - 4x + 3 ഈസ് ഈക്വൽ ടു പറഞ്ഞാട്ടെ, പറഞ്ഞേ. x - 1 ഇൻറ്റു x - 3. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ വരെ പഠിച്ചുകൊണ്ടിരുന്നത്. ശരിയാണോ പിള്ളേരെ? അതെ. ഓക്കെ. അതെ, താങ്ക് യു. അടുത്തത് അഭിനവേ. ഇനി എന്താണ് നമ്മുടെ ചോദ്യം? x² - 4x + 3 0. ഇതാണ് നമ്മളോട് തന്നിരിക്കുന്നത്. ഇതിലെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ആണല്ലോ നമ്മൾ ഫാക്ടറൈസേഷൻ നടത്തി എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? x - 1 × x - 3. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എഴുതി വെക്കാം ഇതിന് പകരം x - 1 ഇൻറ്റു x - 3 ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 0 വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പറഞ്ഞോ അഭിനവേ, ഒന്നുകിൽ x - 1 0 ആയിരിക്കണം, അല്ലെങ്കിൽ x - 3 0 x - 3 0 ആയിരിക്കും. അപ്പോൾ എക്സിന്റെ വില 0 - 1. 0 - 1 ആണോ? 0 + 1. 0 + 1. അപ്പോൾ എക്സ് എത്ര? 1. അടുത്തത് -3 + 0. x is equal to 0 + -3. +-3 അല്ല +3. അത് ഇപ്പുറത്ത് വരുമ്പോൾ +3 ആവും. അപ്പോൾ x ഈക്വൽ 0 4. 0 3 കൂട്ടിയാലോ? അതല്ല 3. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലിനകത്തിലെ എക്സിന് പകരം
നിങ്ങൾ ഏതൊക്കെ വില കൊടുത്താൽ 1 ഉം 3 ഉം 1 ഉം 3 ഉം കൊടുത്താൽ ആ പോളിനോമിയൽ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും? 0. നമുക്ക് നോക്കാം ശരിയാണോ എന്ന്. നമ്മൾ ആദ്യം 1 ഒന്ന് കൊടുത്തു നോക്കാം. ഏതാ കൊടുക്കാൻ പോന്നെ? ഏതാ കൊടുക്കാൻ പോന്നെ? 1. 1. ഓക്കെ. 1 കൊടുത്തിട്ട് നമ്മുടെ ഒരു അഭിനവ് എമ്മും ഉണ്ട്, ഒരു അഭിനവ് എസ്സും ഉണ്ട്. അതാരാ 2 അഭിനവ്? അഭിനവ് എസ്, അഭിനവ്. മറ്റേ അഭിനവ് എമ്മോ? അഭിരാമി എംപിള്ള. അഭിരാമി എംപിള്ളയാണോ അഭിനവ് എമ്മ? അഭിരാമി. ഓക്കെ. അപ്പൊ അഭിരാമി, രണ്ട് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോളിനോമിയൽ കണ്ടല്ലോ, ഇതിനകത്തിൽ അഭിരാമി എക്സിന്റെ സ്ഥാനത്ത് 1 എന്നൊന്ന് കൊടുത്തു പറഞ്ഞേ അഭിരാമി. എക്സ് ഉള്ളിടത്തെല്ലാം 1 കൊടുത്ത് പറഞ്ഞാൽ മതി. സമയം കളയാതെ പറഞ്ഞേ. 1 സ്ക്വയർ മൈനസ് 4 × 1 + 3. 1 സ്ക്വയർ എത്ര? 1 മൈനസ് 4 × 1 4 + 3. 1 ഉം 3 കൂടെ കൂട്ടിയാൽ 4 മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. അപ്പം നമ്മൾ പറഞ്ഞ കറക്റ്റ് ആണോ? ഈ തന്നിരിക്കുന്ന പോളിനോമിയലിൽ എക്സിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്താൽ ഉത്തരം എന്ത് വരും? ഉത്തരം എന്ത് വരും? ഉത്തരം എന്ത് വരും? ഉത്തരം എന്ത് വരും പിള്ളേരെ? ഉത്തരം എന്തോ വരുമെന്ന്? 0 എന്ന് വരും. ഓക്കെ. അക്ഷയ മുരളി, എക്സിന് കൊടുക്കാനുള്ള രണ്ടാമത്തെ വില ഏതാണ് പറഞ്ഞാട്ടെ? 3. ഒരു സെക്കൻഡ്. അപ്പൊ ആ രണ്ടാമത്തെ വിലയായ 3 കൊടുത്തിട്ടെന്ന് പറഞ്ഞേ അക്ഷയ മുരളി. 3 സ്ക്വയർ മൈനസ് ഒരു സെക്കൻഡ്. 3 സ്ക്വയർ മൈനസ് 4 × 3 + 3. 4 × 3 + 3. 3 സ്ക്വയർ 9 മൈനസ് 4 × 3 12 12 + 3. + 3 9 + 3 12 12 മൈനസ് 12 ഇസ് ഈക്വൽ ടു 0. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലിനകത്തിൽ പോളിനോമിയലിനകത്ത് എക്സിന് പകരം മിണ്ടുന്നില്ല 3 എന്ന് കൊടുത്താലും ആ പോളിനോമിയലിന്റെ വില നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? 0 എന്ന് കിട്ടും. ഇതാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ശ്രദ്ധിച്ച് കേൾക്കണം, x² മൈനസ് 4xa + 3 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആണ് ആരൊക്കെ? ഫാക്ടേഴ്സ് ആണ് ആരൊക്കെ? മിണ്ടുന്നില്ല. ഇത്രയും പേര് ക്ലാസ് ഇരിപ്പുണ്ട്. ഫാക്ടേഴ്സ് ആണ് ആരൊക്കെ? 1 ഉം 3 ഉം. അല്ല, x - 1 ഉം x - 3 ഉം. ഒന്നുകൂടെ, x² മൈനസ് 4xa + 3 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് ആണ് x - 1 ഉം x - 3 ഉം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഇനി ശ്രദ്ധിക്കണം. ഈ ബോർഡിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ ഏറ്റവും മുകളിൽ എഴുതിയിട്ടിരിക്കുന്ന ആളെ കണ്ടോ അഭിരാമി? കണ്ടോ? അഭിരാമി ARനോടാ. അതാരാണ്? അല്ല, അത് ഈസ് ഈക്വൽ ടു 0 എന്നില്ലാത്തപ്പോഴാണ് നമ്മൾ അതിനെ എന്തായിട്ട് വിചാരിക്കുന്നത്? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ആരാണ് സെക്കൻഡ് ഡിഗ്രി? ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ് ആരൊക്കെ? x = 1 ഉം x = 3. അപ്പോൾ നമ്മുടെ ഹെഡിങ്ങിന്റെ അർത്ഥം മനസ്സിലായോ? ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്തോ ചെയ്തത്? എന്തോ ചെയ്തത്? പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന
സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ, യഥാർത്ഥ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അതിൽ നിന്ന് നിങ്ങൾ ആരെ മാത്രം എടുത്തു? പിള്ളേരെ ആരെ മാത്രം എടുത്തു? പോളിനോമിയലിനെ മാത്രം എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള 2 ഫാക്ടറുകൾ ആദ്യം കണ്ടുപിടിച്ചു. ആ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ എന്ത് കണ്ടുപിടിച്ചു? സൊല്യൂഷൻ. അതുകൊണ്ടാണ് നമ്മുടെ ഹെഡിങ്ങിൻ്റെ പേര് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്? ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്. ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്. എല്ലാവർക്കും ഞാൻ ഈ സ്ക്രീനിൽ ചെയ്തിട്ടേക്കുന്ന ആദ്യത്തെ കണക്ക് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി സാർ. മനസ്സിലായി. മനസ്സിലായി സാർ. ചോദ്യം ഇങ്ങനെയാണ്, നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. ഏതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ? x² - 5x + 6 = 0. ഇത് = 0 എന്ന് വരണമെന്നുണ്ടെങ്കിൽ ഇതിലെ വേരിയബിളായ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് നമ്പർ വരണം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നമ്മൾ ചെയ്ത എക്സാമ്പിൾ 1 പോലെ തന്നെയുള്ളൊരു ചോദ്യമല്ലേ അമൃതേ? ആണോ അമൃതേ? അമൃത പോയോ? ഇല്ല സാർ. ഇപ്പൊ തൊട്ട് മുമ്പേ ചെയ്ത എക്സാമ്പിൾ 1 പോലുള്ളൊരു ചോദ്യമല്ലേ അത്? ആണ്. ഓക്കെ, അപ്പൊ അമൃത ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. എല്ലാവരും എൻ്റെ കൂടെ എഴുതിക്കോണം, പറഞ്ഞാട്ടെ. x² - 5x + 6 = 0. അങ്ങനെ എഴുതരുത്. = 0 അല്ല, ഈക്വൽ x² പ്ലസ് a + b × x + ab എന്ന് നമ്മൾ എടുക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്തോ എഴുതി വെക്കും? a + b = -5 ab = 6. ഇനി ഇതിന്റെ അർത്ഥം സാധാരണക്കാരന്റെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ അമൃതേ? 2 നമ്പർ തമ്മിൽ കൂട്ടുമ്പം -4 മൈനസ് ആ നമ്പർ തന്നെ കൂട്ടുമ്പോ ഇൻടു ചെയ്യുമ്പം 3 കിട്ടും. രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോ എന്ത് വരണം? 5 വരണം. -5 വരണം. ആ നമ്പർ തന്നെ ഇൻടു ചെയ്യുമ്പം 6 വരണം. അങ്ങനെ വരുന്ന 2 നമ്പർ പറഞ്ഞാട്ടെ. ആഡ് ചെയ്യുമ്പോൾ -5 എന്നും ഇൻടു ചെയ്യുമ്പോൾ 6 എന്നും വരുന്ന 2 നമ്പറുകൾ. -2ഉം -3ഉം നമുക്ക് നോക്കാം. -2ഉം -3ഉം കൂടെ ആഡ് ചെയ്താൽ -5 കിട്ടുമോ? കിട്ടുമോ? കിട്ടും. -2ഉം -3ഉം കൂടെ ഇൻടു ചെയ്താൽ +6 കിട്ടുമോ? നമ്മുടെ ചോദ്യം കിട്ടുമോ എന്ന്. കിട്ടും. അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോളിനോമിയൽ അങ്ങോട്ട് എടുത്തെഴുതുന്നു. x² - 5x + 6 = പറഞ്ഞാട്ടെ. അല്ലാണ്ട് ഇവിടെ എയും ബിയും എഴുതിയില്ല. വേണ്ട, എഴുതി, കുഴപ്പമില്ല, പറഞ്ഞാട്ടെ. x - 2 ഇൻറ്റു അമൃത പോയോ? x - 2 x - 3. ഇവിടം വരെ എല്ലാവരും എഴുതിയോ? എഴുതി സാർ. അർജുൻ കൃഷ്ണ ക്ലാസ്സിലുണ്ടോ? അർജുൻ കൃഷ്ണ ക്ലാസ്സിലുണ്ടോ? അർജുൻ കൃഷ്ണ. വർഷ വിനേഷ്. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം അങ്ങോട്ട് എടുത്ത് എഴുതുക. x² - 5x + 6 = 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇതിലെ LHSൽ കിടക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ഫാക്ടറൈസേഷൻ നടത്തിയപ്പോൾ എന്തുമായിരുന്നു അമൃതേ ഫാക്ടറായിട്ട് കിട്ടിയത്?
എന്തായിരുന്നു ഫാക്ടറായിട്ട് കിട്ടിയത്? വർഷയുടെ ചോദ്യം. എക്സ് മൈനസ് 3 എക്സ് മൈനസ് 2 എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. 0. അപ്പം വർഷേ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 0 വരണമെങ്കിൽ എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ പറഞ്ഞാട്ടെ? എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. ആദ്യത്തെ ആളായ എക്സ് മൈനസ് 2 ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ആളായ എക്സ് മൈനസ് 3 എന്തായിരിക്കണം? 0. അപ്പോൾ എക്സിൻ്റെ വില എത്ര കിട്ടും? 3 2. ഓർ എക്സിൻ്റെ വില 2 എക്സിൻ്റെ ഒരു വില 2, എക്സിൻ്റെ രണ്ടാമത്തെ വില 3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 2 എന്നും എക്സിൻ്റെ വില 3 എന്നും രണ്ട് ഈ ഏറ്റവും മുകളിൽ തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലെ എക്സിൻ്റെ സ്ഥാനത്തോട്ട് കൊടുത്താൽ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ വില എന്തായിട്ട് കിട്ടും? 0 എന്ന് കിട്ടും. എല്ലാവർക്കും ഈ പ്രോബ്ലം മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി സാർ. എല്ലാവരും എഴുതിയോ? അല്ല, റഫ് ഫിഗർ വരച്ചു. ഈ റെക്റ്റാങ്കിളിനെ കുറിച്ച് എന്തോ പറയുന്നേ? ഈ റെക്റ്റാങ്കിളിന്റെ 1 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ റെക്റ്റാങ്കിളിന്റെ 3 സെന്റിമീറ്റർ. റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡിന് മറ്റേ സൈഡിനേക്കാൾ 3 മീറ്റർ നീളം കൂടുതലുണ്ട് അല്ലേ? റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡിന് മറ്റേ സൈഡിനേക്കാൾ 3 മീറ്റർ എന്ത് കൂടുതലുണ്ട്? നീളം കൂടുതലുണ്ട്. നമ്മൾ ഇത്തരത്തിലെ ചോദ്യം സെക്കൻഡ് ഡിഗ്രിക്കകത്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്തുവായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ആ നീളം കുറഞ്ഞ സൈഡിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? അപ്പൊ അങ്ങനാണെങ്കിൽ നീളം കൂടിയ സൈഡ് എന്തായിട്ട് എടുക്കും? x+3. അപ്പൊ എഴുതുക എല്ലാവരും. ആൻസർ എന്ന് എഴുതിയിട്ട് റെക്റ്റാങ്കിൾ എന്ന് എഴുതുക. ആൻസർ എന്ന് എഴുതിയിട്ട് റെക്റ്റാങ്കിൾ എന്ന് എഴുതുക. എഴുതിയോ? എന്നിട്ട് എല്ലാവരും റഫായിട്ട് റെക്റ്റാങ്കിൾ വരച്ചേ. വരച്ചോ? ഓക്കെ. എന്നിട്ട് അതിൻ്റെ ആ ബ്രെത്തിൻ്റെ അവിടോട്ട് എക്സ് എന്നും ലെങ്തിൻ്റെ അവിടോട്ട് x+3 എന്നും എഴുതുക. എഴുതിയോ എല്ലാവരും? എഴുതി സാർ. ഓക്കെ. അപ്പോൾ എഴുതിയാട്ടെ. ബ്രെത്ത് ഈക്വൽ എക്സ് ബ്രാക്കറ്റിൽ സപ്പോസ്. അപ്പം അങ്ങനാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ലെങ്ത് ഈക്വൽ എന്ത് വരും? x+3. ഓക്കെ. ഇപ്പം മറുപടി പറഞ്ഞത് ദേവനാരായണനാണോ ഹരിനാരായണനാണോ? ദേവൻ. അപ്പോൾ ദേവൻ്റെ കൂടെ ഹരി ഉണ്ടോ ക്ലാസ്സിൽ? ഉണ്ട് സാർ. ഇത് കഴിഞ്ഞിട്ട് ഈ റെക്റ്റാങ്കിളുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിവരം ചൂണ്ടി പറയുന്നുണ്ടോ? അതിന്റെ ഏരിയ. അപ്പോൾ എഴുതുക. ഏരിയ ഈക്വൽ എത്രയാണ്? ഏരിയ എത്ര? 270. 270 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ബ്രാക്കറ്റിൽ ഗിവൺ. ഓക്കെ. എന്തോ ഹരിനാരായണ, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ലെങ്തിന്റെ ബ്രെഡ്ത്ത്. അപ്പോൾ എഴുതുക വിച്ച് ഇംപ്ലൈസ് L × B ഈക്വൽ 270. എത്രയായിരുന്നു ലെങ്ത്? x+3. അപ്പോൾ x+3 ഇൻറ്റു എത്രയായിരുന്നു ബ്രെഡ്ത്ത്? x ഈസ് ഈക്വൽ ടു 270. ഓക്കെ. ബ്രാക്കറ്റ് ഗുണിച്ചു പറഞ്ഞ ദേവനാരായണ അല്ല ഹരിനാരായണൻ? x² + 3x = 270. ഓക്കെ, താങ്ക് യു. ശരി. അപ്പോൾ ഇനി അതിന് ശേഷം ധന്യ രഞ്ജിത്ത് നമ്മുടെ കൃഷ്ണജിത്ത് അല്ലേ?
അതെ സാർ. കൃഷ്ണത്തെ നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രിക്കകത്തില്ലേ ഇങ്ങനൊക്കെ വരുമ്പോൾ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 3x = 270 എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ പിന്നെ അത് സോൾവ് ചെയ്യാൻ എന്തോ ഒരു മെത്തേഡ് ഉപയോഗിക്കുമായിരുന്നല്ലോ. ഓർമ്മയുണ്ടോ കൃഷ്ണയത്തിന്? അതിൻ്റെ മെത്തേഡ് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല. ആനന്ദ് വിജയ്ക്ക് എന്തെങ്കിലും മെത്തേഡ് ഓർമ്മയുണ്ടോ? അതായിരുന്നു ആ പാഠത്തിലെ ലാസ്റ്റ് സെക്ഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആകാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടില്ല. ഇങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുമ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു മെത്തേഡ് അവിടെ പഠിക്കുമായിരുന്നു. ആർക്കേലും ഓർമ്മയുണ്ടോ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അല്ലേ? അല്ലെ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. ഇവിടെ ആ മെത്തേഡിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എത്ര? 3. 3ന്റെ എന്തെടുക്കണം? പകുതി. ഒരു സെക്കൻഡ്. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 3 ആണ്. അപ്പോൾ 3യുടെ ഹാഫ് എടുക്കുമ്പോൾ 3/2 എന്ന് വരും അല്ലേ? ഈ 3/2ന്റെ എന്തെടുക്കണം? സ്ക്വയർ. 3യുടെ സ്ക്വയർ 9ഉം 2ന്റെ സ്ക്വയർ 4ഉം വരും. അപ്പം 9/4 എന്ന് കിട്ടും. അപ്പോൾ ഈ ഫ്രാക്ഷൻ അല്ലേ രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. പിന്നെ അത് വെച്ചുള്ള സിംപ്ലിഫിക്കേഷനൊക്കെ ചെയ്യണം. ഒരുപാട് സമയം പോകുന്ന ഒരു പരിപാടിയാണ് അല്ലേ? ഞാൻ അതിന് പകരം ഒരു എളുപ്പമാർഗം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നോളൂ. x² + 3x, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന 270 ഉണ്ടല്ലോ, അതൊന്ന് ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നേ നിങ്ങൾ. അപ്പോൾ എന്ത് വരും? -270. -270 = 0. ഇപ്പം ഇതാരായി മാറി? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് മാറി. ഇതൊന്ന് വരച്ച് ബോക്സിലിട്ട് എല്ലാവരും. ഇത് സോൾവ് ചെയ്യാനല്ലേ നമ്മളിപ്പോൾ ഈ രണ്ട് കണക്കിൽ പഠിച്ചത്? അതെ. ഇത് എങ്ങനെയായിരുന്നു സോൾവ് ചെയ്യുന്നത് നമ്മൾ? അത് നമ്മൾ ആ LHS കിടക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അങ്ങോട്ട് എടുക്കും അല്ലേ? x² + 3x - 270 = പറഞ്ഞാട്ടെ കീർത്തനെ. സാർ കേൾക്കുന്നുണ്ട്. ഇതേ = x² + a + b into xa plus ab. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് കീർത്തനം എന്ന് പറഞ്ഞാട്ടെ. a + b = 3x. 3. ab -270. എന്താണ് കീർത്തന ഇതിന്റെ അർത്ഥം? ഇപ്പൊ എഴുതിയ രണ്ട് സ്റ്റെപ്പുകളുടെ അർത്ഥം? രണ്ട് സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പം 3 കിട്ടണം. അതേ സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം -270 കിട്ടണം. അപ്പൊ ഇങ്ങനെ ഇച്ചിരി വലിയ നമ്പർ വരുമ്പോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ എന്തോ ഒരു മെത്തേഡ് പഠിച്ചായിരുന്നല്ലോ. ഇത് വരുന്നത് അത് വെച്ചിട്ടാണ് നിങ്ങൾ എക്സസൈസ് 4-ലെ 3 കണക്കും അതിനു മുമ്പുള്ള 1-2 എക്സാമ്പിൾ ക്വസ്റ്റ്യനും പഠിച്ചത്. ഇത് വരുന്നത് a + b² - 4 a - b whole square -4ab. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് സയ്യിദ് ഇതിനകത്തിലൊന്ന് വില കൊടുത്ത് പറഞ്ഞാട്ടെ. a - b whole square = 3 square. ഒരു സെക്കൻഡ്. a - b whole square = 3 square minus 4 into -270. -270. 3 square 9 minus 4 into 270 എത്ര വരും? 1080. 1080. പക്ഷെ ആ നമ്പർ എന്ത് നമ്പരാ?
ആ നമ്പരേ എന്ത് നമ്പരാ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് നെഗറ്റീവ്. നെഗറ്റീവ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 9. ഈ രണ്ട് മൈനസ് ചേരുമ്പോൾ പ്ലസ് ആയി 1080. 9 പ്ലസ് 1080. 1089. 1089. ഇത് ആരുടെ വിലയാ? A minus B the whole square. A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഞാൻ അടുത്ത പേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇത്ര എല്ലാവരും എഴുതിയോ? ഇല്ല സാർ. ഇല്ല. ആരെങ്കിലും ഇത്ര എഴുതാനുണ്ടോ? ഉണ്ട്. ഉണ്ട്. എഴുതിയാട്ടെ. എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഞാൻ അടുത്ത പേജ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് മുഹമ്മദ് സയ്യിദ്? A minus B the whole square is equal to 1089. ഒരു സെക്കൻഡ്. എന്ന് പറഞ്ഞാട്ടെ. എ മൈനസ് ബി ദി Whole square is equal to 1089. A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1089. അപ്പോൾ അങ്ങനാണെങ്കിൽ ഇവിടെ നിന്ന് എ മൈനസ് ബി എങ്ങനെ കണ്ടുപിടിക്കും? A minus B is equal to root 1089. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഇടുന്നത് പ്ലസ് ഓർ മൈനസ് ആണ്. പക്ഷെ നമ്മൾ നേരത്തെ ഒരു കണക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായായിരുന്നു, പ്ലസ് വാല്യൂ എടുത്ത് ചെയ്താൽ കിട്ടുന്ന ഉത്തരം തന്നെ തിരിച്ച് ഓർഡർ മാറിയായിരിക്കും എന്തിന് കിട്ടുന്നത്? മൈനസ് വാല്യൂ. നമുക്ക് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. ഈ റൂട്ട് കണ്ടുപിടിക്കാൻ ഞാൻ ആ സെക്കൻഡ് ഡിഗ്രിക്ക് അതിൽ എന്തൊരു ടെക്നിക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? ഒളിവിൽ പോകുന്ന പ്രതികളെ കണ്ടുപിടിക്കാൻ പോലീസ് ഉപയോഗിക്കുന്ന ടെക്നിക്കൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. ഇല്ല, ഓർമ്മയില്ല ആർക്കും? ഓർമ്മയില്ല. 10ന്റെ സ്ക്വയർ 100. 20ന്റെ സ്ക്വയർ 400. 30ന്റെ സ്ക്വയർ 900. 900. 40ന്റെ സ്ക്വയർ 1600. നോക്കിക്കേ. ഈ 900നും ഈ 1600നും ഇടയിൽ വരുന്ന നമ്പരല്ലേ 1089? അങ്ങനാണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് ഏതിനും ഇടയിലായിരിക്കും? 30നും 40നും. ഇനി അത് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് എൻ്റെ ലാസ്റ്റിലത്തെ നമ്പർ നോക്കുക, 9. അപ്പോൾ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ സ്ക്വയർ കിട്ടുന്നത്? ഏത് നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നത്? ഒന്നുകിൽ 3 ഗുണം 3 ചെയ്യുമ്പോൾ 9 കിട്ടും. അല്ലെങ്കിൽ 7 ഗുണം 7. 7 ഗുണം 7 ചെയ്യുമ്പോഴും എത്ര കിട്ടും? 49. 49 എഴുതുമ്പോൾ അതിനകത്ത് എത്ര വരുന്നുണ്ട്? ഒരു 9 വരുന്നുണ്ട്. അപ്പൊ 2 ഓപ്ഷൻസ്, ഒന്നുകിൽ 3 അല്ലെങ്കിൽ 7. അപ്പോൾ ഒന്നുകിൽ 3ൽ അവസാനിക്കുന്ന നമ്പർ അല്ലെങ്കിൽ 7ൽ അവസാനിക്കുന്ന നമ്പർ. 3ൽ അവസാനിക്കുന്ന നമ്പർ എന്ന് പറയുമ്പോൾ 33 അല്ലേ? 7ൽ അവസാനിക്കുന്ന നമ്പർ എന്ന് പറയുമ്പോൾ 37. അതിലേതാണെന്ന് നോക്കിക്കേ. 33 ആണോ? 33 × 33 ആണോ 1089? അതെ ആണ്. അപ്പൊ നമുക്ക് ഇതേ ഈസ് ഈക്വൽ ടു എത്ര എഴുതാം? 33. അപ്പൊ എഴുതുക ഈസ് ഈക്വൽ ടു 33. നേരത്തെ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടിയതല്ല, അതെന്തുമായിരുന്നു? ആദ്യം നമ്മൾ എഴുതിയൊരു ഇക്വേഷൻ A പ്ലസ് ബി ഈക്വൽ മിണ്ടുന്നില്ല. A പ്ലസ് ബി ഈക്വൽ 3. A പ്ലസ് ബി ഈക്വൽ 3. വേണമെങ്കിൽ നമുക്കതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ. രണ്ടാമത്തെ ഇക്വേഷൻ A minus B equal 33.
എ മൈനസ് ബി ഈക്വൽ 33 ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. നമ്മൾ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യണം. എന്താണ് മാർഗം? കൂട്ടണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എഴുതുക ഇക്വേഷൻ നമ്പർ, എൻ്റെ കൂടെ എഴുതിക്കോണം, ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് എയും എയും കൂടെ കൂട്ടിയാൽ പ്ലസ് ബിയും മൈനസ് ബിയും കൂടെ കൂട്ടിയാൽ 0. 3 പ്ലസ് 33 36. അപ്പോൾ 2a is equal to 36. So a is equal to 36/2. 36/2. അപ്പോൾ a is equal to 18. അപ്പോൾ എയുടെ വില കിട്ടും. എ കിട്ടിയാൽ ബി കണ്ടുപിടിക്കാനുള്ള മാർഗം എന്തുവായിരുന്നു? ഏതെങ്കിലും ഇക്വേഷനോട് അപ്പോൾ എഴുതുക put a is equal to 18 in equation number 1. Equation number 1 implies പറഞ്ഞാട്ടെ 18 പ്ലസ് 18 പ്ലസ് B is equal to 3. 3. അപ്പോൾ b is equal to 3 3 minus minus 18. 18 അപ്പോൾ b is equal to minus 15. minus 15. അപ്പോൾ എയും ബിയും കിട്ടിയില്ലേ? എയും ബിയും കിട്ടി. കിട്ടിയോ? ഓക്കെ. ഇത് നമ്മുടെ ആ പോളിനോമിയൽ ഒന്ന് എടുത്ത് എഴുതിയാട്ടെ. ഏതായിരുന്നു ആ ഇക്വേഷൻ? x² പ്ലസ് 3x minus 270. ഈസ് ഈക്വൽ ടു പറഞ്ഞാട്ടെ ഈസ് ഈക്വൽ ടു 0. അല്ല, അത് ഇക്വേഷൻ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ പോളിനോമിയൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈസ് ഈക്വൽ ടു X square അല്ല, അതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ എഴുതാൻ പോവാം. X minus 15. x plus 18 into X minus 15. x plus 18 into x minus 15. ഇത്രയും വരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണ് സാർ. ഓക്കെ. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഈ ഇക്വേഷൻ്റെ കാര്യം. നമ്മൾ ആ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുന്നു. x² പ്ലസ് 3x മൈനസ് 270 ഈസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് പറഞ്ഞാട്ടെ വിച്ച് ഇംപ്ലൈസ് X plus 18 into x plus 18 into X plus 15 x equals 0. minus 15 equals X 0. minus 15 equals 0. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 0 വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ആളായ x plus 18 എന്ത് വരണം? 0 വരണം. അല്ലെങ്കിൽ രണ്ടാമത്തെ ആളായ x minus 50 0 വരണം. നിങ്ങൾ ഒരു സെക്കൻഡ്. രണ്ടാമത്തെ ആളായ x minus 50 0 വരണം. x minus 15 0 വരണം. അപ്പോൾ ഓർ x minus 15 ഈക്വൽ 0. അപ്പോൾ x plus 18ൻ്റെ വില 0 ആണെങ്കിൽ എക്സിൻ്റെ വില എന്തോ വരും? Minus 18. ഇപ്പുറത്താണെങ്കിൽ x ഈക്വൽ എന്ത് വരും? 50. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല. ഇത്ര എല്ലാവരും എഴുതിയോ? ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ നിളയുണ്ടോ ക്ലാസ്സിലെ? നിള ക്ലാസ്സിൽ നമ്മൾ ഈ പ്രോബ്ലം തുടങ്ങിയപ്പോൾ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? ലെങ്തിനെ. ലെങ്തിനെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ലെങ്തിനെയാണോ ബ്രെഡ്ത്തിനെയാണോ എക്സ് എന്ന് വിളിച്ചേ? ബ്രെഡ്ത്തിനെ. അപ്പോൾ ബ്രെഡ്ത്തിനെയാണ് എക്സ് എന്ന് വിളിച്ചത്. ആ എക്സിന് ഇപ്പം നമുക്ക് എത്ര വില കിട്ടി? 2 വില. ഏതൊക്കെയാ? -18ഉം 15ഉം. നിനക്ക് എന്തെങ്കിലും ഈ നമ്പറുകളെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പഠിച്ചത് അനുസരിച്ച് റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്തിനെയാണ് നമ്മൾ എക്സ് എന്ന് എടുത്തത്. ആ എക്സിന് ഇപ്പോൾ ആദ്യം 15 എന്ന് പറയുന്ന വില കിട്ടി, രണ്ടാമത് -18 എന്ന് പറയുന്ന വില കിട്ടി,
അപ്പം എൻ്റെ ചോദ്യം നിനക്ക് ഈ രണ്ട് നമ്പറുകളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ബ്രെഡ്ത്ത് 15 വരുന്നത്. ആ എന്തു ആര് വരുത്തില്ല? -80. എന്താ വരാത്തേ? നെഗറ്റീവ്. അപ്പം എഴുതുക x ഈക്വൽ -18 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. x ഈക്വൽ -18 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അപ്പം അതെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഏതാ എടുക്കാൻ പറ്റുന്നേ? 50. അപ്പോൾ എഴുതുക therefore x is equal to x is equal to 50. അപ്പോൾ ഇനി എഴുതണം when x is equal to 15. എക്സിൻ്റെ വില എത്ര ആയാൽ? എക്സിൻ്റെ വില എത്ര ആയാൽ? 15 ആയാൽ പറഞ്ഞാട്ടെ breadth of the rectangle equal x equal 15 ആണോ? അടുത്ത പറഞ്ഞാട്ടെ ലെങ്ത്. length of the rectangle equal x plus 3. rectangle equal x plus 3 equal 15 plus 3. 15 plus 3 15 plus 3 15 plus 3 18. യൂണിറ്റോടെ വേണമല്ലോ നിങ്ങളെ. എന്തോ ആയിരിക്കും എൻ്റെ യൂണിറ്റ്? മീറ്റർ. മീറ്റർ. എന്താ മീറ്റർ വന്നേ? ഏരിയ മീറ്റർ സ്ക്വയർ. ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. കൂടാതെ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡിന് മറ്റേ സൈഡിനേക്കാൾ 3 മീറ്റർ നീളം കൂടുതലാണെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ നിങ്ങളെ, രാജലക്ഷ്മി ആരാണ്? രാജലക്ഷ്മി അപ്പൊ ഈ കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നമ്മൾ എങ്ങനെ പരിശോധിക്കും? ആദ്യം അയ്യോ ഒരു മിനിറ്റ് അല്ല, എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയും. ഈ കിട്ടിയ ലെങ്തും ബ്രെഡ്ത്തും കറക്റ്റ് ആണ് എന്ന് നമ്മൾ എങ്ങനെ പരീക്ഷാ ഹോളിൽ ഉറപ്പിക്കും? ഏരിയ എടുത്ത് നോക്കിയപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? റെക്ടാങ്കിൾ ഏരിയ ആണ് ലെങ്ത് എത്ര? ഇവിടെ 18 മീറ്റർ. ബ്രെഡ്ത്ത് എത്ര? 15 മീറ്റർ. എല്ലാവരും വർക്കിംഗ് കോളത്തിലോട്ട് 18 × 15 ഒന്ന് കുടിച്ചു നോക്കിക്കേ. 18 × 15 ഒന്ന് കുടിച്ചു നോക്കിക്കേ. 18 × 15 ഒന്ന് കുടിച്ചു നോക്കുക. ആ 270 എവിടെങ്കിലും കണ്ടോ നിങ്ങൾ? കണ്ടു. എവിടെ കണ്ടായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ആൻസർ കറക്റ്റ് ആണല്ലോ. ഇത്ര ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല സാർ. ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണ ക്ലാസ് ചെയ്യുന്നത് പോലെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് ഉത്തരം പറയുക. എക്സാമ്പിൾ 4. ചോദ്യം എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഓക്കെ. അപ്പൊ നമ്മുടെ കാർത്തിക് രാജ് ക്ലാസ്സിലുണ്ടോ? കാർത്തിക് രാജ് ക്ലാസ്സിലുണ്ടോ? കാർത്തിക് രാജ്. ദിയ വിനോദ് ഉണ്ടോ ക്ലാസ്സില്? ഉണ്ട് സാർ. അപ്പൊ ദിയെ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. 1 added to a number gives the square of the number. What is the number?
സോറി. അപ്പൊ എന്തോ ദിയെ ചോദ്യത്തിന്റെ അർത്ഥം? ഒരു നമ്പറിന്റെ സ്ക്വയറിന്റെ കൂടെ ഒന്ന് കൂട്ടി. അപ്പൊ ആ നമ്പർ ഏതാണ്? ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം വായിക്കുന്നതെങ്കിൽ പിന്നെ താഴോട്ട് എഴുതി വെക്കുന്ന ഉത്തരം മൊത്തം തെറ്റായിരിക്കും. ഒന്നുകൂടെ വായിച്ചു നോക്കിയ ചോദ്യം. ഒരു നമ്പറിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പം ആ നമ്പറിന്റെ സ്ക്വയർ കിട്ടിയെന്നു. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അപ്പൊ ഏതോ ഒരു നമ്പർ ആ നമ്പറിന്റെ കൂടെ എത്ര ആഡ് ചെയ്തു? ഒന്ന് കൂട്ടി. 1 ആഡ് ചെയ്തു. 1 ആഡ് ചെയ്തപ്പോ എന്തോ കിട്ടി? അതിന്റെ സ്ക്വയർ. ഇത് ഏത് നമ്പറിനെ കുറിച്ചാണ് ഈ പറയുന്നത്? ഏതെങ്കിലും പ്രത്യേക നമ്പറിനെ കുറിച്ച് അവർ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആ നമ്പർ എന്തായിട്ട് എടുക്കും? എക്സ്. അപ്പൊ എഴുതുക നമ്പർ ഈക്വൽ എക്സ്. ഇനി ഈ നമ്പറിനോട് കൂടി എത്ര കൂട്ടണം? 1. അപ്പൊ പറഞ്ഞാട്ടെ. x+1 ആ നമ്പറിന്റെ സ്ക്വയർ കിട്ടണം. അപ്പൊ എന്തോ കിട്ടും? x². ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കാൻ എന്താ മാർഗം? ഈ x² ആദ്യം വരണം. x² അവിടെ നിർത്തിക്കൊണ്ട് ഇവരെ രണ്ടുപേരെ നമുക്ക് റൈറ്റിലോട്ട് കൊണ്ടുപോകാം അല്ലേ? അപ്പൊ എന്തോ കിട്ടും? 0 ഈസ് ഈക്വൽ ടു x² മൈനസ് x മൈനസ് 1. അപ്പൊ തിരിച്ചെഴുതിയാൽ x² മൈനസ് x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതിപ്പോ ആരായി മാറി? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് മാറി. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവാം. എങ്ങനെയായിരുന്നു സോൾവ് ചെയ്യുന്നത്? ഇത്ര നേരം a+b അല്ല. അപ്പൊ ആദ്യം ഇതിനെ എങ്ങനെ എഴുതണ്ടേ? x² മൈനസ് x മൈനസ് 1 ഇസ് ഈക്വൽ ടു x² പ്ലസ് a+b ഇൻറ്റു എക്സ് എ പ്ലസ് എ ബി എന്ന് എഴുതണം. ഇനി ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞാട്ടെ. a+b മൈനസ് 1 ab മൈനസ് 1. എന്താണ് ഈ എഴുതിയേക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്? രണ്ട് നമ്പർ തമ്മിൽ കൂട്ടിയപ്പം -1 കിട്ടി. രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്തപ്പോ -1 കിട്ടി. അതേ നമ്പർ തന്നെ ഗുണിച്ചപ്പം -1 കിട്ടി. അതേ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എത്ര കിട്ടണം? -1. അങ്ങനെ ഏതെങ്കിലും നമ്പർ ദിയുടെ അറിവിലുണ്ടോ? 1 തന്നെ. അങ്ങനെ 1ഉം 1 ആഡ് ചെയ്താൽ 2 അല്ലേ വരുന്നത്? ഇവിടെ -1 അല്ലേ കിടക്കുന്നത്? ശരി. ആർക്കെങ്കിലും എന്തെങ്കിലും നമ്പർ സജസ്റ്റ് ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും ഇങ്ങനെ കൂട്ടുമ്പോൾ -1ഉം ഗുണിക്കുമ്പോൾ -1ഉം വരുന്ന രണ്ട് നമ്പർ നിർദ്ദേശിക്കാനുണ്ടോ? മിണ്ടുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും രണ്ട് നമ്പർ പറയാനുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഏതെങ്കിലും രണ്ട് നമ്പർ കിട്ടുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അറിയാമോ ഏതെങ്കിലും രണ്ട് നമ്പർ? അങ്ങനെ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നേ? അങ്ങനെ രണ്ട് നമ്പർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്തോ പിള്ളേരെ ചെയ്യുന്നേ? a-b the whole square is equal to a+b the whole square -4ab. -4ab. വില കൊടുത്ത് പറഞ്ഞാട്ടെ. എത്രയാണ് a+b യുടെ വില? -1 സ്ക്വയർ -1ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ab യുടെ വില -1. -1ന്റെ സ്ക്വയർ എത്ര? 1. -4 ഇൻറ്റു -1 -4 ഈക്വൽ 1 -4 +4. അപ്പൊ 1 + 4 ഈക്വൽ എത്ര കിട്ടി? 5.
അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ വില 5. അപ്പോൾ എ മൈനസ് ബിയുടെ വില എന്തോ വരും? √5. ആ, എ മൈനസ് ബി ഈക്വൽ √5. ഇവിടം വരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഇവിടം വരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെയാണ് സാർ. ഞാൻ അടുത്ത പേജ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ എ പ്ലസ് ബിയുടെ വിലയും എ മൈനസ് ബിയുടെ വിലയും എടുക്കുന്നു. പറഞ്ഞാട്ടെ, എ പ്ലസ് ബിയുടെ വില എത്രയായിരുന്നു? -1. -1. ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തേത് A minus B equal to എ മൈനസ് ബി ഈസ് ഈക്വൽ ടു √5. √5. ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടോടെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാം. ഇത് രണ്ടോടെ എങ്ങനെ സോൾവ് ചെയ്യും? ഇത് രണ്ടോടെ ആഡ് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് എയും എയും കൂടെ കൂട്ടിയാൽ 2a. പ്ലസ് ബിയും മൈനസ് ബിയും കൂടെ കൂട്ടിയാൽ 0. ഇനി -1ഉം -1ഉം √5 അപ്പം -1 പ്ലസ് +√5. √5. അപ്പം 2a വിലയാണ് -1 പ്ലസ് √5. അപ്പം എയുടെ വിലയോ? -1 + √5/2. -1 പ്ലസ് √5a/2. അപ്പോൾ എ ഈസ് ഈക്വൽ ടു, ഈ ന്യൂമറേറ്ററിൽ ആദ്യം കിടക്കുന്നത് ഒരു നെഗറ്റീവ് ടേമും രണ്ടാമത് കിടക്കുന്നത് ഒരു പ്ലസ് ടേമും അല്ലേ? ഒരു ഭംഗി വരാൻ വേണ്ടി അതൊന്ന് തിരിച്ചെഴുതാം നമുക്ക്. അപ്പം എന്തോ കിട്ടും? √5 - 1/2. √5 - 1/2. ഇതാരുടെ വിലയാ? A. എ കിട്ടിയാൽ ബി കണ്ടുപിടിക്കാനുള്ള മാർഗം ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കണം. അപ്പോൾ എഴുതുക. പുട്ട് എ ഈക്വൽ √5 - 1/2 ഇൻ ഇക്വേഷൻ നമ്പർ 1. ആണോ? അതെ. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞാട്ടെ, √5 - 1/2. ഇതാണ് എയുടെ വില. ഇതിനോട് കൂടി ബിയും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്ത് വരണം? -1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ബിയുടെ വില എങ്ങനെ കണ്ടുപിടിക്കും? -1 മൈനസ് ഈ ലെഫ്റ്റിൽ കിടക്കുന്ന ബ്രാക്കറ്റിലുള്ള ആളിനെ അതുപോലെ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുവരിക. √5 - 1/2. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഈ ആദ്യം കിടക്കുന്ന -1നെ ഒരു ഫ്രാക്ഷൻ ആക്കിയാൽ നമുക്കതിനെ -1/1 എന്ന് എഴുതാമോ? എഴുതാം. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താട്ടെ, -1 × 2. പറഞ്ഞു ശരിയാ, -2. ഇനി ഈ 1ഉം ഈ ന്യൂമറേറ്ററോടെ മൾട്ടിപ്ലൈ ചെയ്യണം. പറഞ്ഞാട്ടെ, പറ പിള്ളേരെ. √5 - 1 ബൈ ഈ 1ഉം ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്തോ കിട്ടും? 2. ഈ മൾട്ടിപ്ലിക്കേഷനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ -2 അങ്ങനെ തന്നെ എഴുതി. ഈ -1 അകത്തോട്ട് ഗുണിച്ചേ, -√5 ഗുണിച്ചു പറ പിള്ളേരെ, +1 ഡിവൈഡഡ് ബൈ 2. -2 + 1 എന്തൊരു ഉത്തരം? -2 + 1 -1 -√5 √5/2. അപ്പോൾ ആരുടെ വില കിട്ടി?
ആരുടെ വില കിട്ടി? ബി. ബിയുടെ വില കിട്ടി. എയുടെയും ബിയുടെയും വില കിട്ടിയാൽ വേണമെങ്കിൽ രണ്ട് ഇതിനെ ഒന്ന് വൃത്തിയാക്കി ഇങ്ങനെ എഴുതാം. ബി ഈസ് ഈക്വൽ ടു -√5 -1/2 എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല. അല്ല, ഒരു സെക്കൻഡ്, ഇത് പ്ലസ് അല്ല, കറക്റ്റാ. -√5 -1/2 ആണോ? ആണോ ആണോ പിള്ളേരെ? ന്യൂമറേറ്ററിലെ രണ്ട് ടേം നെഗറ്റീവ് അല്ലേ? അതെ. അതിൽ നിന്നൊരു മൈനസ് ഇങ്ങ് കോമൺ എടുത്താൽ എങ്ങനെ എഴുതാം? -5 √5 + 1 ഇത്രയും വരെ ഓക്കെ ആണോ? ആണ് സാർ. ഓക്കെ. അപ്പൊ ആരുടെയൊക്കെ വില കിട്ടി നമുക്ക്? ആരുടെയൊക്കെ വില കിട്ടി? എയുടെയും ബിയുടെയും. ഇത് വെച്ചോണ്ട് നമ്മൾ നമ്മുടെ ആ പോളിനോമിയലിനെ ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവാം. എന്തുവായിരുന്നു നമ്മുടെ പോളിനോമിയൽ? എന്തുവായിരുന്നു? x² - x - 1 x - 1 ഈക്വൽ 0. അല്ല, ദിസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എയുടെ വില എത്രയായിരുന്നു? എയുടെ വില എന്തോ? √5 - 1/2. അപ്പൊ എക്സ് പ്ലസ് √5 - 1/2 അറിയോ? ഇൻറ്റു എക്സ്. ബിയുടെ വില എന്തുവായിരുന്നു? -√5 + -√5 - 1/2 ആണോ പിള്ളേരെ? ആണോ? ആണ് സാർ. ഇനി x² - x - 1 ഈക്വൽ എന്താ നമ്മൾ എടുത്തു വെച്ചേക്കുന്നേ? 0. അങ്ങനെ 0 വരണമെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് √5 - 1/2 എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ഫാക്ടർ ഇൻറ്റു രണ്ടാമത്തെ ആളാരായിരുന്നു? എക്സ് മൈനസ് √5 - 1/2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്ത് വരണം? 0. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ആളായ എക്സ് പ്ലസ് √5 - 1/2 എന്ന് പറയുന്ന ആളിൻ്റെ വില 0 വരണം. അല്ലെങ്കിൽ രണ്ടാമത്തെ ആളായ എക്സ് മൈനസ് √5 - 1/2 വില എന്തോ വരണം? 0 വരണം. 0. അപ്പൊ ഈ ആദ്യത്തെ ആളിനെ നമ്മൾ എടുത്താൽ എക്സ് ഈക്വൽ ടു പറഞ്ഞാട്ടെ, എങ്ങനെ കണ്ടുപിടിക്കും ഉത്തരം? എക്സ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും ഉത്തരം? -√5 അതാണ്ടേ ഈ ബ്രാക്കറ്റ്, ഇതൊരു ബ്രാക്കറ്റാന്ന് വിചാരിക്കാം. ഇതിനെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങ് വലതുവശത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്തോ കിട്ടും ഉത്തരം? 0. ഇത് ഇടതുവശത്ത് കൂട്ടിയിരിക്കുക. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് √5 - 1/2. അപ്പൊ എക്സ് ഈക്വൽ -√5 - 1/2 എന്ന് കിട്ടത്തില്ലേ ഉത്തരം? കിട്ടും. അപ്പൊ ഇപ്പുറത്തെ എടുക്കുമ്പോൾ എന്തോ കിട്ടും ഉത്തരം? എക്സ് ഈക്വൽ 0. ഇതിങ്ങ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ചേക്കുന്ന ആളാണ്. ഇത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? പ്ലസ് √5 - 1/2. അപ്പൊ എക്സ് ഈക്വൽ √5 - 1/2. √5 - 1/2. അപ്പൊ എക്സിന് ഏതൊക്കെ വില കിട്ടി?
എക്സിന് രണ്ടാമത്തേനകത്ത് √5 പ്ലസ് 1 അല്ലേ? ഏതാ? രണ്ടാമത്തേനകത്ത് √5 പ്ലസ് 1/2 അല്ലേ? നമ്മുടെ ഫാക്ടർ എന്തൊക്കെയായിരുന്നു നോക്കിക്കൂ. √5 മൈനസ് 1/2 ആ x മൈനസ് √5 പ്ലസ് 1/2. ഓക്കെ. അപ്പം അങ്ങനെ ആണെങ്കിൽ അവിടുത്തെ ഫാക്ടറിനകത്ത് തിരുത്തണം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ അപ്പം അത് √5 പ്ലസ് 1/2 ആകും. ഇവിടെയും അത് എക്സ് മൈനസ് √5 പ്ലസ് 1/2 ആകും, അല്ലയോ? ആകുമോ? അപ്പം ഇവിടെ വരുമ്പോൾ അത് √5 പ്ലസ് 1/2 വരും. ഇവിടെയും അത് √5 പ്ലസ് 1/2 വരും. ഇവിടെയും അത് √5 പ്ലസ് 1/2 വരും. കിട്ടിയോ? 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 കിട്ടി. അപ്പം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്രയും നാള് പോളിനോമിയൽ പഠിച്ചു വന്ന ഒരു ഫീലിംഗ് അല്ല ഈ ലാസ്റ്റിലത്തെ കണക്ക് ചെയ്തപ്പോൾ തോന്നിയത്. ശരിയാണോ? ശരിയാണോ? ആണ്. കാരണം കണ്ടാൽ അല്പം കൊനഷ്ട തോന്നുന്ന കുറച്ച് നമ്പരാണ് അതിൻ്റെ ഉത്തരമായിട്ട് എന്ത് ചെയ്തേക്കുന്നത്, വന്നിരിക്കുന്നത്. പേടിക്കണ്ട. ഇതിൻ്റെ അടുത്ത സെക്ഷൻ്റെ പേരെന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ എന്നാണ്. അവിടെ നമ്മളൊരു ഫോർമുല കാണാതെ പഠിക്കും, ഒരു സൂത്രവാക്യം കാണാതെ പഠിക്കും. അപ്പം ഇത്രയൊന്നും ബുദ്ധിമുട്ടാതെ ഇതേ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ വേഗത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആയി. അപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്ത മെത്തേഡിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ അടുത്ത സെക്ഷനിൽ പഠിക്കുന്ന മെത്തേഡ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ എഴുതുക നമ്പർ ഈക്വൽ എക്സ് ഈക്വൽ ആദ്യത്തെ നമ്പർ എടുത്ത് എഴുതുക മൈനസ് ഓഫ് √5 മൈനസ് 1/2 ഒരു നമ്പർ. രണ്ടാമത്തെ നമ്പർ √5 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറുകളോടും കൂടി ഒന്ന് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഇവരുടെ സ്ക്വയറിനോട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ പ്രോബ്ലം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. തൊട്ടടുത്ത ലാസ്റ്റ് സെക്ഷൻ പഠിക്കുമ്പോൾ ഇതേ പ്രോബ്ലം കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു മെത്തേഡ് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്താലും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും.